സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് 10,000-ന് മുകളിൽ ദാഇ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ക്യാമ്പാണ് നിലയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദെ, കഴിഞ്ഞ ദിവസം ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്നു. ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ സെഷനുകളും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? അൽഹംദുലില്ലാ, ഇന്നലെ മുതൽ ആരംഭിച്ച സമസ്തയുടെ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അൽഹംദുലില്ലാ അത്യധികം വിജയകരമായി കാര്യങ്ങൾ നടക്കുകയുണ്ടായി. സമസ്തയുടെ ഉസ്താദുമാരും സാദാത്തുക്കളൊക്കെ പങ്കെടുത്ത പ്രോഗ്രാം എല്ലാ അർത്ഥത്തിലും ചരിത്രത്തിൽ ഇടം നേടുന്ന രീതിയിൽ വളരെ മാതൃകാപരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സാധാരണ എല്ലാവരും പറയാറുണ്ട് ചരിത്രം വായിക്കണമെന്ന്. എന്നാൽ നമ്മളിപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് ഇവിടെ പങ്കെടുത്തവർ സമസ്ത ഒരു ചരിത്രം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിന്റെ സൃഷ്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പിറവിയെടുത്തു എന്ന് തന്നെ പറയാം. തീർച്ചയായും ഈ മഹാസമ്മേളനം എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സംഘാടന രംഗത്തും ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും എല്ലാ അർത്ഥത്തിലും വളരെ മാതൃകാപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ കൃത്യം 9 മണിക്ക് ആരംഭിച്ച നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെഷൻ, പ്രബോധനത്തിൻ്റെ സെഷൻ, അൽഹംദുലില്ലാ വളരെ വിജയകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷകരമാവുന്ന രീതിയിൽ, തൃപ്തിയാകുന്ന രീതിയിൽ തന്നെയാണ് ഓരോ വിഷയാവതരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1400 വർഷം, ഒരു 100 വർഷത്തെ ചരിത്രമല്ല സമസ്ത. ശരിക്കും ഇസ്ലാമിൻ്റെ തനത് രൂപ, ആ തനത് രൂപത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പ്രബോധനം. ആ നിലയിൽ ഈ ഒരു പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകൂലേ? തീർച്ചയായും ഇനിയങ്ങോട്ട് ആധുനിക കാലത്തിൻ്റെ കാലച്ചകൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി പ്രബോധനം നടത്താൻ സാധിക്കുന്ന, ജനങ്ങളുടെ പൾസറിഞ്ഞ് സമൂഹത്തിൻ്റെ നിലവാരവും നിലപാടും അറിഞ്ഞിടപെടാൻ കഴിയുന്ന നാസിഹികളെ ഉണ്ടാക്കിയെടുക്കുക എന്ന സമസ്തയുടെ ബൃഹത്തായ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ സമസ്ത ഉദ്ദേശിക്കുന്ന രീതിയിൽ നിശ്ചിതമായ നാസിഹ്യങ്ങളെ സമൂഹത്തിൽ സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ കടഞ്ഞെടുക്കുന്ന, ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ശില്പശാല എന്ന രീതിയിലാണ് ഇവിടെയുള്ള ഓരോ വിഷയാവതരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SKSF-ന്റെ ഒരു സ്റ്റേറ്റ് പ്രതിനിധി എന്ന നിലയിൽ SKSF-ന് ഒരു വിങ് ഉണ്ട്, ഇബാദ് എന്ന് പറയുന്ന ഈ ദാഇമാരുടെ. ഈ ഒരു വിങ്ങിന് ശേഷം, ഈ വിങ് നിലയിൽ വന്നതിന് ശേഷം കേരളത്തിലെ ആ ഒരു പ്രബോധന മേഖലയിൽ വൻ മാറ്റം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, കാഫില പോലുള്ള. അതിനെക്കുറിച്ചൊന്ന്. അൽഹംദുലില്ലാ, നല്ല ചോദ്യമാണ്. ഇബാദിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാഫില ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി അവരുടെ വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, അവരെ ഇമോഷൻ മനസ്സിലാക്കി, അവരെ ബിഹേവിയർ മനസ്സിലാക്കി വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്ന ഒരു മനഃശാസ്ത്ര രീതിയിലാണ് കാഫിലയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലികമായ രീതിയിൽ SKSF ഇബാദ് എന്ന് പറയുന്ന സംവിധാനം രൂപീകരിക്കുകയും അതിനൊരു പദ്ധതി എന്ന നിലയിൽ കാഫില പലയിടങ്ങളിലും നടക്കുകയും നടന്നിടങ്ങളിൽ തന്നെ വീണ്ടും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് സമീപിക്കുകയും മഹല്ല് ഭാരവാഹികൾ, ശാഖാ നേതാക്കന്മാരും പ്രവർത്തകരും വീണ്ടും നമ്മുടെ മഹല്ലിൽ കാഫില വേണമെന്ന് പറഞ്ഞ രീതിയിൽ ഒരു അടുത്തുള്ള ഒരു മൈൻഡ് ടു മൈൻഡ് രീതിയിൽ, അല്ലെങ്കിൽ ഹേർട്ട് ടു ഹേർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇബാദിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് മാതൃകാപരമാണ്. വളരെ സയൻറ്റിഫിക്കലായി, സിസ്റ്റമാറ്റിക്കലായുള്ള ഇടപെടലാണ് നമുക്ക് ഇബാദിലൂടെയും അതേപോലെ കാഫിലയുടെയും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കണ്ണോടിച്ച് നോക്കുന്ന സമയത്ത് യുവാക്കളുടെ ഒരു പ്രതിനിധിത്വം, അല്ലെങ്കിൽ യുവാക്കളുടെ പ്രാതിനിധ്യം ഒരുപാടുണ്ട്. പലരും പറയുന്നുണ്ട് യുവാക്കള് മതത്തിനല്ല, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അല്ല എന്നൊരു പൊതുവിലൊരു സ്വരമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കണ്ണോടിക്കുമ്പോൾ കാണുന്നത് യുവാക്കളുടെ ഒരു വലിയ നിരയാണ്. ശരിക്കും അതൊക്കെ നമ്മളൊരു സന്തോഷം ഉണ്ടാക്കുന്നല്ലേ? തീർച്ചയായും സമൂഹത്തിൻ്റെ ഒരു റിസോഴ്സാണ് കൗമാരക്കാരും യുവാക്കളും എന്നുള്ളത്. കൗമാരക്കാരെയും യുവാക്കളെയും നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള കൗമാരപ്രായക്കാരെ ജെൻസി എന്നാണ് പറയാറുള്ളത്. ജെൻസിയുടെ ഹൃദയമിടിപ്പ്, അത് പ്രത്യേകമായ ഭാഷ, പ്രത്യേകമായ അവരുടെ ശൈലി, അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും അവർക്ക് തൃപ്തികരമാവുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാമിൻ്റെ സംവിധാനം എന്നുള്ളത് കൊണ്ടാണ് ക്യാമ്പിൽ ഒരുപാട് കൗമാരപ്രായക്കാരും മുതിർന്നവരും രജിസ്റ്റർ ചെയ്തതും അവരെല്ലാവരും ഇവിടെ വന്നു എന്നുള്ളതും ഇവിടെ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് മനസ്സും ഹൃദയവും ഇതിൽ തന്നെ ലയിച്ചുകൊണ്ട് അവരൊക്കെ ഇടപെടുന്നത് ആ രീതിയിൽ അവർ നൽകുന്ന ഫീഡ്ബാക്കുകൾ, അവരുടെ ഇടപെടലുകൾ നമുക്ക് ആ രീതിയിൽ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന
രീതിയിലാണ് പ്രബോധന പ്രവർത്തനങ്ങൾ ഉള്ളത് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്. സമസ്ത ആ രീതിയിലാണ് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതെന്നുള്ള തെളിവാണ് ഇങ്ങനെയുള്ള കൗമാരപ്രായക്കാരുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെയും കൂട്ടായ്മ എന്ന് നമുക്ക് ഈ ഒരു കൂട്ടം എന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സമസ്ത എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എല്ലാ തലമുറകളിലേക്കും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു വലിയ തെളിവ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതിനിധി സമ്മേളനം എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ ചരിത്രത്തിന്റെ ഭാഗമാവാൻ പോകുന്ന ഒരു നമ്മുടെ ഒരു ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാവുന്ന ജനറൽ ക്യാമ്പ്, ഇൻഷാ അല്ലാഹ് ആ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളും അപ്ഡേഷനുകളുമായിട്ട് ടീം സുപ്രഭാതം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും.